ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെറിയൊരു ടൂർ പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കാറൊക്കെ ആയാലും ഇനി ഒരു 2 വീക്സും കൂടെ അല്ലേ വരുന്നുള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. ഇപ്പോൾ സ്കൂൾ അടച്ച സമയം മുതൽ പിള്ളേർ പറയാൻ തുടങ്ങിയാണ് ടൂർ പോകണമെന്ന്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല, ഓഫീസ് കാര്യങ്ങൾ തിരക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി സ്കൂൾ തുറക്കാൻ 2 ആഴ്ചയാണ്. പിന്നെ ഇനിയിപ്പോൾ മഴയും തുടങ്ങി, പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ എന്തായാലും പോകുന്ന വിചാരിച്ചു. വേറെ അടുത്ത് തന്നെയാണ് പോകുന്നത്, ഊട്ടി തന്നെയാണ്. മൂന്നാറൊക്കെ ഭയങ്കര തിരക്കല്ലേ, ഇപ്പോൾ ഊട്ടി പോകുന്ന വിചാരിച്ചു. ഊട്ടിയിലും തിരക്കുണ്ട്. ഊട്ടിക്ക് മുമ്പ് മൂന്നാറെല്ലാം മുമ്പ് പോയിട്ടുള്ളത് തന്നെ. പക്ഷേ ഈ ചെറിയൊരു സമയത്തിന് പോയിട്ട് വരാൻ പറ്റിയ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എളുപ്പമുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെയാണല്ലോ, മൂന്നാർ, ഊട്ടി ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോ ബാഗിൽ ആകാനായിട്ട് ഓരോ ബാഗിലോട്ട് ആക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പുതിയ ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ നാഗർകോവിലൊക്കെ കഴിഞ്ഞ് തിരുപ്പതി സാരം എന്നുള്ള സ്ഥലത്തെത്തി. ഞങ്ങൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പം മണി 6 ആയിട്ടുണ്ട്. തിരുപ്പതി സാരം, അതായത് ആദ്യത്തെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ ആദ്യത്തെ ടോൾ തുടങ്ങുന്ന സ്ഥലത്താണ്. ഇതിപ്പോൾ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യത്തെ ടോളിൻ്റെ അവിടെയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ടോളുണ്ട്. നമ്മളിപ്പോൾ അരൽവായ് മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവിടെയാണ് എത്തിയത്. ഇവിടെ ശരിക്കും മിൻറ്റ് മില്ലൊക്കെ ഉണ്ട്, കാണാൻ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്നൊന്നും അറിയില്ല. ഒന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ ഒരു കടയിലെത്തി. ചെറിയൊരു കടയാണ്. ചായ മാത്രം കുടിച്ചിട്ട് വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എവിടെയാണ് കട വേറെ ഉള്ളതെന്നൊന്നും അറിയില്ലല്ലോ, കുറേ ദൂരം പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇവരൊക്കെ കിടന്ന് ഉറക്കമായിരുന്നു, കുട്ടികളൊക്കെ. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് കരുതിയിരിക്കുന്ന കടയാണ്. വേറെ കടകളൊന്നും ഇല്ല, രാവിലെയാണ്. പിന്നെ ടോൾ റോഡും കൂടെ അല്ലേ, അപ്പം കടകളൊക്കെ കുറവാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇതൊരു ചെറിയ നാടൻ കടയായിരുന്നു. അപ്പം നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അത് കഴിക്കുകയാണ്. വടയും ഉണ്ട്. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെയൊക്കെ സിമെൻറ്റിലെ നമ്മുടെയൊക്കെ വീട് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന രാംകോ സിമെൻറ്റ്, നമ്മൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രാംകോ സിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയാണ് ഇവിടെ. ഇത് ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു റീലായിട്ടൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു ഫാക്ടറിയാണ് രാംകോയുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെയൊക്കെ വീട് പണിക്ക് ഉപയോഗിക്കുന്ന രാംകോ സിമെൻറ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ കണ്ടോളൂ, രാംകോയുടെ ഫാക്ടറി ഇതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. ഹരി ഭവൻ എന്നാണ് പറയുന്നത് ഈ ഹോട്ടലിൻ്റെ പേര്. ഒരുപാട് റിവ്യൂസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കയറി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഇവിടുത്തെ നല്ല ഫുഡാണെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്ത് തന്നെ ഒരു കാറൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സ് ഇതിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് 100 റുപ്പീസ് ഇവർ ചാർജ് ചെയ്യും. അങ്ങനെയൊക്കെയാണുള്ളത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയായി, ഏതാണ്ട് 12 മണിയൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഓടച്ചത്രം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെയുള്ള ഹരി ഭവൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണിത്. വളരെ നന്നായിട്ടുള്ള ഒരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പല റിവ്യൂസും ഞാൻ കേട്ടിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മീൽസാണ്, ഭയങ്കര ടേസ്റ്റാണ് ഇവിടെയുള്ള കറികളെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കേസരി ഉണ്ട്, പിന്നെ അതുപോലെ കുറേ കറികളുണ്ട്. 6-7 കറികളുണ്ട്. രസം, തൈര്, ബീറ്റ്റൂട്ട് തോരൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. വളരെ നല്ല ഫുഡ് തന്നെയായിരുന്നു. ഒരു ഊണിന് വരുന്നത് 135 ആണ് വരുന്നത്, 135 രൂപയാണ്. അതിന് വർത്താണ്. കാരണം എന്ന് വെച്ചാൽ
നമുക്ക് ഈ ഊട്ടി പോകുന്ന വഴിക്ക് പല ഭാഗങ്ങളിലും നമ്മൾ ഊണ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡേ കിട്ടുന്നുണ്ടാവില്ല. ഒരു റൈസ്, ഒരു സാമ്പാർ, എന്തെങ്കിലും ഒരു ക്യാബേജ് തോരനോ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ അവിടെ ഉള്ളതുപോലെയുള്ള ഊണൊന്നുമല്ല ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വർത്താണ്, നല്ല ഊണ് തന്നെയാണ്. ഒരു 3-4-5 കറികളൊക്കെ ഉണ്ട്. 135 എന്തായാലും വർത്ത് തന്നെയാണ്. ഹരിഭവൻ എന്നാണ് പേര്. ഓടച്ചത്രത്തിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. പിന്നെ എന്തായാലും ഊണ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഊട്ടിയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് ഒരു 2 മണിക്കൂറും കൂടെയൊക്കെ എടുക്കും. ഒരു 200 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഊട്ടി എത്താനായിട്ട് ഇനി ഒരു 60-70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടിക്ക് ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ റൂമെല്ലാം എടുത്തായിരുന്നു. റൂം വരുന്നത് ഇതിവിടെ കുറച്ച് ചെറിയ ചെറിയ ഹട്ടുകളായിട്ടും റൂമുകളായിട്ടൊക്കെ ഉണ്ട്. ഇതാണ് റൂം വരുന്നത്. ഇവിടെ തന്നെ വാർഡ്രോബും മിററും എല്ലാം ഉണ്ട്. ഇതൊരു വാർഡ്രോബാണ്. പിന്നെ ഇത് ടോയ്ലറ്റാണ് വരുന്നത്. രണ്ടും കൺഫ്യൂഷനാണ്, കാരണം സെയിം ഡോറൊക്കെയാണ്. രണ്ടും നമുക്കൊരു വാർഡ്രോബ് പോലെ തോന്നത്തുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണിത്. ഊട്ടിക്ക് 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. നിറച്ച് ഹട്ടുകളായിട്ടാണ് ഇവിടെ ഉള്ളത്. കണ്ട കോട ഇറങ്ങി വരുന്നുണ്ടോ? നല്ല തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല തണുപ്പാണ്. ഇത് ഞങ്ങൾ ഇതുപോലെ ഒരു ഹട്ടാണ്. ഇതുപോലെ ഓരോ താഴോട്ടൊക്കെ ശരിക്കും ഹട്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുപ്പാണ്. ഇപ്പോഴേ ഭയങ്കര തണുപ്പാണ്. ഇനി രാത്രി എന്തവസ്ഥയാണെന്ന് അറിയത്തില്ല. കോട ഇങ്ങനെ കയറി വരുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാമേ. ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ പാൻറ് ഇടണം. എന്നുവെച്ചാൽ എൻ്റെ കാലിൽ തന്നെ ഇപ്പോൾ ഫ്രീസ് ആയിരിക്കുകയാണ്. ഞാൻ പാൻറ് ഇട്ടുണ്ടല്ലേ, ഈ കാല് ഫ്രീസ് ആയിരിക്കുകയാണ്. ഫുൾ പാൻറ് ഇടണം. അതായത് ഷോർട്ട്സ് ഇട്ടിട്ട് ആരും കുട്ടികൾ വരരുതെന്നാണ് പറയുന്നത്. ഫുൾ പാൻറ് ഇടണമെന്നാണ് കണ്ണൻ പറയുന്നത്, കണ്ണൻ സാർ പറയുന്നത്. അല്ലേ കണ്ണൻ സാർ? അപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കണ്ണൻസ് വ്ലോഗ് എന്ന് പറയും. അത് യൂട്യൂബും ഇങ്ങനെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അവർ പറയും അമ്മയുടെ ചാനലുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിവൃത്തിയില്ലാതിരിക്കുകയാണ്, പിന്നെയാണ് ഇനി മകൻ്റെ ചാനലെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ കൂടുതലായിട്ട് ഊട്ടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുമല്ലോ, അപ്പോൾ അത് കാണാൻ പോകണം. പിന്നെ നമ്മുടെ കൂനൂർ ട്രെയിൻ യാത്ര ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഞാനിത് യൂട്യൂബ് ചാനലിലൂടെ ഇടുന്നതായിരിക്കും. ഇപ്പം ഭയങ്കര തിരക്കെന്നൊന്നും പറയാനില്ല. നമ്മുടെ ഈ പാസ് ഉള്ളത് കാരണമാണെന്ന് തോന്നുന്നു ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നത് ഒരുപാട് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്നാറാണ് കൂടുതലും ആൾക്കാർ പോകുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിനേക്കാളും ഫ്ലവർ ഷോയ്ക്ക് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ KL വണ്ടി കണ്ടത് കുറച്ച് വണ്ടികൾ, ഒരു വിരലിലെണ്ണാവുന്ന ഒരു മാക്സിമം പോയാൽ ഒരു 10-നകത്തൊക്കെ വണ്ടികൾ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഊട്ടി കയറിയതിന് ശേഷം, എത്തിയതിന് ശേഷം. അപ്പോൾ പക്ഷെ അങ്ങനെ അല്ലല്ലോ, ശരിക്കും വണ്ടി വരേണ്ടതാണ്, ശരിക്കും ആൾക്കാർ വരേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നാളെ ഫ്ലവർ ഷോയുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതുവരെയും ഒരു കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. റൂംസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ആൾക്കാരല്ല വരുന്നത്, കൂടുതലും വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറവാണ് ഇവിടെ. അപ്പോൾ ശരി, അപ്പോൾ ഇനി എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. കാരണം രാവിലെ 4:30 തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഇതൊരു ക്യൂസാണേ. ഈ കാറിലെ AR എന്ന് പറഞ്ഞൊരു ബോർഡിൽ ഇങ്ങനെ ഇപ്പോൾ കേരള എഴുതൂലേ, അതേപോലെ AR ഇങ്ങനെ എഴുതിയിരിക്കുക. അതിൻ്റെ ഫുൾ നെയിം എന്താണ് കണ്ടുപിടിക്കണേ? AR എവിടെയാണെന്നാണോ? അല്ല, AR ഏത് സ്ഥലത്തുള്ള രജിസ്ട്രേഷൻ ആണെന്നാണോ? AR ഏതാണ്? നോക്കാം. അപ്പം ശരി, ബൈ. എല്ലാവർക്കും ബൈ. നാളെ വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വ്ളോഗിലൂടെ. ടാറ്റാ, ബൈ.